വൈറ്റ് ബോർഡ് സ്റ്റോറിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പോകുന്ന പുതിയ ഹിന്ദി ചിത്രമായ ചാവയിലേക്കാണ്. അപ്പോൾ ചിത്രം റിലീസായിട്ട് ഏതാണ്ട് ഒരു 1-2 ആഴ്ച ആയിട്ടുണ്ട്. കഴിഞ്ഞ 1-2 ആഴ്ചയായിട്ട് വാർത്താമാധ്യമങ്ങളിൽ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നൊരു സിനിമയാണ് ചാവ. നോർത്ത് ഇന്ത്യയിലൊക്കെ ആൾക്കാർ സിനിമ കണ്ടതിന് ശേഷം തിയേറ്ററിൽ വികാരഭരിതരായി പിന്നെ ശിവജിക്കും ശംഭാജിക്കും ഒക്കെ കീജെ വിളിക്കുന്നു. സ്കൂളുകളിൽ നിന്നും കൂട്ടമായ വിദ്യാർത്ഥികളെ കൊണ്ടുപോയി സിനിമ കാണിക്കുന്നു. അങ്ങനെ വലിയ രീതിയിൽ മീഡിയയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒരു സിനിമയാണ്. ഇനി ഈ സിനിമയുടെ ഒരു വൺ ലൈനിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ, ഛത്രപതി ശിവജിയുടെ മകനായ സംഭാജി, ആ സംഭാജിയും അന്നത്തെ മുഗൾ എംപററായിരുന്ന മുഗൾ ചക്രവർത്തിയായിരുന്ന ഔറംഗസീബും തമ്മിലുള്ള പോരാട്ടവും ഒടുവിൽ അതെങ്ങനെ അവസാനിക്കുന്നു എന്നുള്ളതുമൊക്കെയാണ് സിനിമയുടെ ഇതിവൃത്തം എന്ന് പറഞ്ഞാൽ. ഇനി ഈ സിനിമയെ നമ്മൾ റിവ്യൂ ചെയ്യുമ്പോൾ ഇതിനെ 2 തലങ്ങളിൽ നിന്നും ഇത് റിവ്യൂ ചെയ്യണം. ഒന്ന് എന്ന് പറഞ്ഞാൽ ഈ സിനിമയായി കണ്ടുകൊണ്ട് നമ്മൾ റിവ്യൂ ചെയ്യണം. ഒന്ന് ഇതിൻ്റെ ചരിത്രപരമായ ഒരു അക്കൗണ്ടബിലിറ്റി അല്ലെങ്കിൽ അതിൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ നിന്ന് നമ്മൾ റിവ്യൂ ചെയ്യണം. അപ്പോൾ എന്തായാലും നമുക്ക് ആദ്യം സിനിമയായിട്ട് തന്നെ റിവ്യൂ ചെയ്യാം. ഈ ചിത്രത്തിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ലീഡ് ക്യാരക്ടേഴ്സ് പ്ലേ ചെയ്തിരിക്കുന്നത് പിന്നെ സംഭാജിയായിട്ട് വരുന്നത് വിക്കി കൗശലാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യയായി വരുന്നത് രാഷ്മിക മന്ദാന ആണ്. ഔറംഗസീബിൻ്റെ റോളിൽ നിന്ന് അക്ഷയ് ഖന്നയാണ്. അശുതോഷ് റോണയുണ്ട്. അങ്ങനെ ഒട്ടനവധി ആക്ടേഴ്സ് ഉള്ള ഒരു സിനിമയാണ്. പെർഫോമൻസ് വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വിക്കി കൗശലിൻ്റെ പെർഫോമൻസ് ഗംഭീര പെർഫോമൻസാണ്. കാര്യം ആ ക്യാരക്ടറിനുള്ളൊരു ബോഡി ലാംഗ്വേജ്, ഒരു ഗെയ്സ്, പിന്നെ ഈ ഛത്രപതി ശിവജി എന്ന് പറയുമ്പോൾ ഷിയർ ടൈഗർ എന്നുള്ള രീതിയിലൊക്കെ ഒരു പ്രസൻറ്റ് ചെയ്യുന്നൊരു ക്യാരക്ടറാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഫേഷ്യൽ എക്സ്പ്രഷൻസ് ആയാലും ശരി, ഒരു ബോഡി ലാംഗ്വേജ് ആയാലും ഒരു സൗണ്ട് മോഡുലേഷൻ ഒക്കെ ആയാലും ആ ക്യാരക്ടറിന് വളരെ ആപ്റ്റായിട്ടുള്ള രീതിയിലാണ് അദ്ദേഹം പ്രസൻറ്റ് ചെയ്യുന്നത്. വളരെ നല്ല പെർഫോമൻസാണ് വിക്കി കൗശലിൻ്റെ. ഈ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ ഉള്ള അലറി വിളിക്കുന്ന കുറച്ച് സീൻസ് ഉണ്ട്. അതിൽ കുറച്ച് ഭാഗങ്ങളൊക്കെ ഒഴിവാക്കാമായിരുന്നു എന്ന് തോന്നി. പക്ഷേ എന്നാലും അത് റെപ്രസെൻ്റ് ചെയ്യുന്നത് വേറൊരു തരത്തിൽ നിന്നാണ്. ഞാൻ അതിൻ്റെ ഒരു ക്ലൈമാക്സ് പോർഷനിലോട്ടോ അല്ലെങ്കിൽ അതിൻ്റെ സ്പോയിലറിലോട്ടോ ഒന്നും പോകുന്നില്ല. അത് നമ്മൾ സാധാരണ ഒരു സിനിമയിൽ കാണിക്കുന്നുണ്ടെങ്കിലും അതിലൊരു വൈൽഡ് അനിമൽ കൈൻഡ് ഓഫ് സീനാണ് അതിനകത്ത് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടായിരിക്കാം ഈ റോറിങ് പാർട്ട് വന്നിരിക്കുന്നത്. പക്ഷേ എന്നാലും ഗംഭീര പെർഫോമൻസാണ്. രാഷ്മിക മന്ദാന ലീഡിങ് ഫീമെയിൽ ആക്ട്രസ്സായിട്ട് നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുണ്ട്. ഒരുപാട് ഭയങ്കരമായ അഭിനയ മുഹൂർത്തങ്ങളൊന്നുമുള്ള ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ കൂടി നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. അക്ഷയ് ഖന്ന ഔറംഗസീബായിട്ട് വന്നിട്ട് വളരെ സബ്റ്റിലായിട്ടുള്ള ഒരുപാട് ഡയലോഗൊന്നുമുള്ള ഒരു ക്യാരക്ടറല്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആക്ഷൻസിൽ കൂടെയും അദ്ദേഹത്തിൻ്റെ ഒരു സീസണാലിറ്റി, ഒരു തഴക്കം വന്ന ആക്ടറിൻ്റെ പെർഫോമൻസ് അദ്ദേഹം ഈ ചിത്രത്തിൽ കാഴ്ചവെച്ചിട്ടുണ്ട്. അങ്ങനെ ലീഡിങ് ആക്ടേഴ്സായിട്ട് വരുന്ന ആൾക്കാരുടെ എല്ലാം തന്നെയും നല്ലൊരു പെർഫോമൻസാണ്. പിന്നെ ഇതിൽ എടുത്തു പറയാനുള്ളതിന് ടെക്നിക്കൽ സൈഡിലേക്ക് നമ്മൾ പോയാൽ ലക്ഷ്മൺ ഉത്തേക്കറാണ് ഇതിൻ്റെ ഡിറക്ഷൻ. ഇപ്പോൾ വളരെ നല്ല രീതിയിൽ ഇതിൻ്റെ ഒരു സ്റ്റോറി ടെല്ലിംഗ് നടത്തിയിട്ടുണ്ട്. അതായത് ഒരു പിന്നെ ക്യാരക്ടർ ഒരു സ്ഥലത്ത് തുടങ്ങുന്നു, അതിനൊരു ആർക്ക് ബിൽഡ് ചെയ്യുന്നു, അതിൻ്റെ ഒരു പീക്ക് പോയിന്റിലേക്ക് കൊണ്ടുപോകുന്നു, പിന്നീടുള്ള ബാക്കിയുള്ള എലമെൻറ്റ്സ് എല്ലാം തന്നെയും വളരെ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ സിനിമാറ്റോഗ്രാഫിയും ലൈറ്റ്നിങ്ങും ഒക്കെയും എടുത്തു പറയേണ്ടതാണ്. ഗംഭീരമായിട്ടുള്ള സിനിമാറ്റോഗ്രാഫിയാണ്. നമുക്ക് ഭയങ്കര റിച്ച്നെസ് തോന്നുന്ന സിനിമാറ്റോഗ്രാഫിയാണ്. ഒരു 100 പേരൊക്കെ ഒരു സദസ്സിൽ വന്ന് നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ ആ ഒരു കുറച്ച് പേരുള്ള സദസ്സിനെ ഒരു വൈഡ് ആംഗിളിലൊക്കെ കാണിക്കുമ്പോൾ നമുക്ക് ആ ഗ്രാൻഡ്യൂർ ഫീൽ ചെയ്യുന്ന രീതിയിൽ അതിൻ്റെ പിന്നെ സിനിമാറ്റോഗ്രാഫി വർക്ക് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് കോസ്റ്റ്യൂംസിന് വലിയൊരു പങ്കുണ്ട്. കാര്യം കോസ്റ്റ്യൂംസിൻ്റെ കളർ കോമ്പിനേഷൻ, ഓരോ കളർ ഉപയോഗിക്കും, ഏതൊക്കെ കളർ വന്നു കഴിഞ്ഞാൽ ആ സ്ക്രീനിൽ അതൊരു നല്ല പ്ലസൻറ്റ് എക്സ്പീരിയൻസ് ആയിരിക്കും, ആ ഒരു റിച്ച്നെസ് തോന്നി ഉപയോഗിക്കുക എന്നൊക്കെ ഒരുപാട് തോട്ട് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന സാധനമാണ്. അപ്പോൾ ടെക്നിക്കൽ സൈഡിൽ നല്ല വർക്കാണ്. സിനിമാറ്റോഗ്രാഫിയും കോസ്റ്റ്യൂമും ആക്ഷനും ഗംഭീരമായ ആക്ഷൻ സീക്വൻസാണ് ഇതിൻ്റെ അകത്തുള്ള. കുറച്ച് വയലൻ്റ് ആയിട്ടുള്ള ആക്ഷൻ സീക്വൻസാണ്, ഗംഭീരമായിട്ടുള്ള ആക്ഷൻ സീക്വൻസുകളാണ് ഇതിൽ മൊത്തത്തിലുള്ളത്. പിന്നെ ഇതിനകത്ത് എനിക്കൊരു ലെറ്റ് ഡൗൺ ആയിട്ട് തോന്നിയത് AR റഹ്മാൻ്റെ മ്യൂസിക്കാണ്. ഞാൻ വിചാരിച്ച രീതിയിലുള്ളൊരു പമ്പിങ് ഈ മ്യൂസിക്കിന് കൊടുക്കാനായിട്ട് സാധിച്ചില്ല. കാരണം എന്ന് വെച്ചാൽ ഇത് പാട്ടുകൾ പൊതുവിൽ മോശമാണ്, നമ്മൾ ഓർത്തിരിക്കുന്ന പാട്ടുകളൊന്നും തന്നെയില്ല. ഇതിൻ്റെ BGM കുറച്ച് വീക്കായിരുന്നു. ഓവറോൾ ഈ സിനിമ നമ്മൾ വളരെ ആസ്വദിച്ച് തിയേറ്ററിൽ 100% തിയേറ്റർ എക്സ്പീരിയൻസ് തരുന്ന ഒരു സിനിമയാണ്. അതിൻ്റെ സൗണ്ടായാലും വിഷ്വൽസ് ആയാലും എല്ലാം കൊണ്ട് തന്നെ നമുക്ക് തിയേറ്ററിൽ പോയി ഗംഭീരമായി കാണാൻ പറ്റുന്ന ഒരു
സിനിമ ആസ്വദിച്ച് കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ്. അപ്പോൾ ഇനി നമ്മൾ പോകുന്നത് ഈ സിനിമയുടെ ഒരു ഹിസ്റ്റോറിക്കൽ പേഴ്സ്പെക്റ്റീവ് വെച്ചിട്ടാണ്. നമ്മുടെ കേരളത്തിലുള്ള ഹിസ്റ്ററി പാഠപുസ്തകങ്ങൾ സ്കൂൾ തലത്തിലുള്ളത് 8, 9, 10 ക്ലാസ്സുകളിൽ വളരെ ന്യൂട്രലായിട്ടാണ് പല കാര്യങ്ങളും പറഞ്ഞിരിക്കുന്നത്. എന്നുവെച്ചാൽ ഒരു ജസ്റ്റ് ഒരു ഷെയ്ഡ് മാത്രം കൊടുത്തങ്ങ് പോകുക എന്നുള്ളതല്ലാതെ അപ്പുറത്തോ ഇപ്പുറത്തോ ഉള്ള ഒരു ഹിസ്റ്റോറിക്കൽ വിവരണങ്ങളും അതിൻ്റെ അകത്ത് നൽകിയിട്ടില്ല. ഞാൻ ഹിസ്റ്ററി പഠിക്കുന്ന സമയത്ത് ക്ലാസ്സിൽ മറ്റ് സബ്ജക്റ്റുകൾക്കൊക്കെ ഒരു 35-40 മാർക്കൊക്കെ ആണെങ്കിലും ഹിസ്റ്ററിക്ക് എപ്പോഴും ഒരു 49, 48 മാർക്ക് കിട്ടുന്ന ഒരാളായിരുന്നു ഞാൻ. അത് ഹിസ്റ്ററി ശരിക്കും ഇഷ്ടപ്പെട്ട് പഠിച്ചതുകൊണ്ടാണ്. അങ്ങനെ കാണാതെ പഠിച്ച് ഒരുപാട് ഇത് കാണാതെ പഠിച്ച് എഴുതുന്നതുകൊണ്ടാണ് ഹിസ്റ്ററിക്ക് മാർക്ക്. കാണാതെ പഠിച്ചല്ലായിരുന്നു ഞാൻ ഹിസ്റ്ററി പഠിച്ചുകൊണ്ടിരുന്നത്. ഹിസ്റ്ററി ഞാൻ എപ്പോഴും പഠിക്കുമ്പോൾ ഒരു വിഷയം നടന്നു കഴിഞ്ഞാൽ അതിനെ ചുറ്റുപറ്റിയുള്ള കാര്യങ്ങളെ പറ്റിയും ഒരുപാട് അറിയാനും വായിക്കാനും ഒക്കെ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. എൻ്റെ അച്ഛൻ്റെ ഒരു അപ്രോച്ചായിരുന്നു. നമ്മൾ ഹിസ്റ്ററിയിലൊരു വിഷയം പഠിക്കാൻ പോകുമ്പോൾ ആ ഒരു വിഷയമായി മാത്രം കാണാതെ ചുറ്റുപാടുമുള്ള കാര്യങ്ങൾ എങ്ങനെ അത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നും കൂടെ നമ്മൾ മനസ്സിലാക്കിയാൽ ആ വിഷയം നമുക്ക് പഠിക്കാൻ എളുപ്പമായിരിക്കും എന്നുള്ളതായിരുന്നു അപ്രോച്ചായിരുന്നു അച്ഛൻ്റെ. ആ അപ്രോച്ച് അതുപോലെ സ്വീകരിച്ചാണ് ഞാൻ ഹിസ്റ്ററി പഠിക്കാൻ തുടങ്ങുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മറാത്താസിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മറാത്താസിൻ്റെ ഒരു ഡീറ്റെയിലിംഗ് നമ്മുടെ പാഠപുസ്തകങ്ങളിൽ വളരെ കുറവായിരുന്നു. ഇപ്പോഴത്തെ പാഠപുസ്തകങ്ങൾ എങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ല, ഞാൻ പഠിച്ച ടൈമിലുള്ള പാഠപുസ്തകങ്ങൾ. ഈ മറാത്താസാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ കർണാടക, പിന്നെ കേരളം, തമിഴ്നാട് തുടങ്ങിയ സ്ഥലങ്ങളെ അതിഭയങ്കരമായ ഇൻവേഷനുകളിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്തതിൻ്റെ മെയിൻ ആൾക്കാർ മറാത്താസായിരുന്നു. മുഗളുടെ ഇൻവേഷൻ മാത്രമല്ല, നോർത്തിൽ നിന്ന് വന്ന അഗ്രസീവായിട്ടുള്ള അറ്റാക്കുകളെല്ലാം തന്നെയും ഒരു വലിയ ഡാം പോലെ പ്രിവെൻറ്റ് ചെയ്ത് നിർത്തിയിരുന്നത് ഈ മറാത്താസാണ്. പക്ഷേ എന്നാൽ മറാത്താസിനെ പറ്റി നമ്മളധികം പഠിച്ചിട്ടും ഇല്ല. അപ്പോൾ ഈ സിനിമയിൽ മറാത്ത രാജവംശത്തിൻ്റെ ഏറ്റവും വലിയ റൂളറായ ഛത്രപതി ശിവജി, അദ്ദേഹത്തിൻ്റെ പിന്നെ മകനായ അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ മകനായ സംഭാജി ഭരണം ഏറ്റെടുക്കുന്നതും ഔറംഗസീബുമായിട്ടുള്ള ഒരു ഫൈറ്റുമൊക്കെയാണ് സിനിമയുടെ ഇതിവൃത്തം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ഇതിൻ്റെ ഒരു ഹിസ്റ്റോറിക്കൽ സൈഡിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഈ കഥ നടക്കുന്നത് 1650-നും 1700-നും ഇടയ്ക്കുള്ള വർഷങ്ങളിലാണ് നടക്കുന്നത്. അപ്പോൾ ആ ടൈമുകളിൽ മുഗൾ ഭരണകൂടം ഏതാണ്ട് അതിൻ്റെ ഒരു ലോവസ്റ്റ് പോയിൻറ്റുകളിൽ കൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഔറംഗസീബാണ് മുഗൾ രാജവംശത്തിൽ ഉള്ള അവസാനത്തെ ഏറ്റവും നല്ല റൂളർ. അദ്ദേഹം ബാക്കിയുള്ള ആൾക്കാരെക്കാളും ഭയങ്കരമായ കാട്ടുനീതി പുലർത്തിയിരുന്ന ഒരാളാണ്. പ്രത്യേകിച്ചും ഈ ഹിന്ദുയിസത്തിനെതിരെ അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ ഒരു പ്രൊപ്പഗേഷന് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൂട്ടിയ ഒരാളാണ് ഔറംഗസീബ്. നമ്മൾ അദ്ദേഹത്തിലേക്ക് പോകുന്നില്ല. നമ്മുടെ കഥയുടെ കേന്ദ്രബിന്ദു സംഭാജിയാണ്. അപ്പോൾ ഈ സിനിമയിൽ സംഭാജി എന്ന് പറയുന്ന രാജാവിന് അദ്ദേഹത്തിൻ്റെ രാജ്യ തൽപരതയോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു റൂളിംഗ് എഫിഷ്യൻസിയോ ഫോക്കസ് ചെയ്തല്ല കാണിച്ചിരിക്കുന്നത്. പകരം അദ്ദേഹത്തിന് ആ സിനിമയിലെ ഒരു വാലർ, അദ്ദേഹത്തിൻ്റെ ഒരു ഫൈറ്റിംഗ് പവറിനെ ബേസ് ചെയ്തിട്ടാണ് ഈ സിനിമ നമുക്ക് ഷൂട്ട് ചെയ്ത് കാണിച്ചിരിക്കുന്നത്. ഹിസ്റ്റോറിക്കലി ശരിക്കും പറഞ്ഞാൽ പലർക്കും ഇത് അറിയത്തില്ല. ഇപ്പോൾ വിക്കിപീഡിയ പോലും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ് സാധനങ്ങൾ എഡിറ്റ് ചെയ്തിരിക്കുകയാണ് പല ഇതിനായിട്ട് പല ടൈമുകളിലായിട്ടും. ഇത് ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് പോയി പല ഹിസ്റ്റോറിക്കൽ അക്കൗണ്ട്സും വായിച്ചാൽ മാത്രമേ നമുക്കിതിനെപ്പറ്റി ഏകദേശ രൂപം പോലും കിട്ടുള്ളൂ. കാര്യം 1650, 1700 നടന്ന സംഭവമാണ്. ഇപ്പോൾ ഏതാണ്ട് ഒരു 300 വർഷമായി. ഈ 300 വർഷത്തിനിടയ്ക്ക് നമ്മൾ ഒരുപാട് ഹിസ്റ്റോറിക്കൽ ഡോക്യുമെൻറ്റ്സ് നമുക്ക് നഷ്ടപ്പെട്ടു പോയി. പിന്നെ ഈ പല കാര്യങ്ങളും ഇന്നത്തെ കണ്ണിൽ ആൾക്കാർ കാണുന്നത് ഹിന്ദു മുസ്ലിം എന്നുള്ള രീതിയിലാണ്. പക്ഷേ അന്ന് 1650, 1700 ഹിന്ദു മുസ്ലിം മാത്രമായിരുന്നില്ല. അവിടുത്തെ ഒരു മിലിറ്ററി ആൻഡ് ജിയോ പൊളിറ്റിക്കൽ ലാൻഡ്സ്കേപ്പ് എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻ്റ്ലി ഷിഫ്റ്റ് ചെയ്യുന്ന ഒരു ലാൻഡ്സ്കേപ്പായിരുന്നു. ഞാനത് പറയാൻ കാര്യം, ഈ ഛത്രപതി ശിവജി പിന്നെ മുഗളരുമായിട്ട് എപ്പോഴും ഫൈറ്റിംഗ് അല്ലായിരുന്നു. മുഗളരുമായിട്ട് ഫ്രണ്ട്സായിട്ട് നിന്നൊരു കാലം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ മകനായ സംഭാജി, ഈ സിനിമയിലെ ഹീറോ, മുഗളർക്ക് വേണ്ടിയിട്ട് ദലേർ ഖാൻ എന്ന് പറയുന്ന ഔറംഗസീബിൻ്റെ റൈറ്റ് ഹാൻഡ് മാനാണ്. അദ്ദേഹവുമായി ചേർന്ന് ശിവജിയിലെടുത്ത് തന്നെ യുദ്ധം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, ഒന്ന് ഛത്രപതി ശിവജി തന്നെ വളരെ ടാക്റ്റിക്കലായിട്ട് പറയുകയാണ് ഈ മകൻ്റെ അടുത്ത്, നീ അവരുടെ സൈഡിൽ പോയി ചേരണം, അവരുമായിട്ട് യുദ്ധത്തിൽ ഏർപ്പെടണം, അവരുടെ സൈന്യത്തിൽ ചേരണം, അവരുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കണം, എന്നിട്ട് അവരുടെ സൈന്യത്തിൻ്റെ ടാക്ടിക്സ് എന്തൊക്കെയാണെന്ന് നീ മനസ്സിലാക്കിയിരിക്കണം എന്നുള്ള രീതിയിൽ ശിവജി പറഞ്ഞു വിട്ടിട്ടാണ് സംഭാജി അവിടെ പോകുന്നതെന്നും യുദ്ധം കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞ് സംഭാജി തിരിച്ചു വിളിച്ചാണ് ശിവജി എന്നും പറയുന്നുണ്ട് ഒരു ടൈപ്പ് ഓഫ് ഹിസ്റ്റോറിയൻസ്. വേറൊരു ഹിസ്റ്റോറിയൻസ് എന്ന് പറയുന്നതെന്ന് പറഞ്ഞാൽ, ഛത്രപതി ശിവജിയുമായിട്ട് മകൻ തർക്കത്തിലാവുകയും
അവിടെ നിന്ന് ആ സ്ഥലം വിട്ടുപോവുകയും ചെയ്യുന്നു. അങ്ങനെ മാത്രമല്ല, അത് സ്വത്ത് വിഭജിച്ചപ്പോൾ ഈ സംഭാജിക്ക് കൊടുക്കാനിരുന്ന സ്ഥലം സൗത്തിലേക്കുള്ള തമിഴ്നാട് വരെയുള്ള സ്ഥലമായിരുന്നു. എന്നാൽ മറാത്ത ഉൾപ്പെടെയുള്ള കോർ പ്ലേസസ് എല്ലാം മറ്റു മകന്, ഛത്രപതി ശിവജി ഒന്നിലധികം ഭാര്യമാരുണ്ടായിരുന്നു, ഒരു ഭാര്യയിൽ മറ്റു മകന് കൊടുക്കാനാണ് പ്ലാൻ ചെയ്തിരുന്നത്. അപ്പോൾ അതിൽ പിന്നെ വിഷമിച്ചിട്ട് സംഭാജി കളഞ്ഞിട്ട് പോയതാണ് ദൈലർ ഖാൻ്റെ അടുത്ത്. പിന്നീട് ദൈലർ ഖാൻ്റെ ഭയങ്കരമായ ഒരു ഔറംഗസീബിനെയും ദൈലർ ഖാനെല്ലാം ഭയങ്കരമായ ഒരു മത പരിവർത്തന രീതികളൊക്കെ അല്ലെങ്കിൽ അത്തരം അട്രോസിറ്റീസൊക്കെ കണ്ടിട്ട് മനം മടുത്ത് സംഭാജി തിരിച്ചു വന്നതാണെന്ന് പറയുന്നു. ഇതിനൊന്നും പ്രോപ്പറായിട്ടുള്ള ഹിസ്റ്റോറിക്കൽ എവിഡൻസ് അന്നില്ല. ഇനി പ്രധാനപ്പെട്ട കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ സിനിമ ഒരു നോവലിനെ ബേസ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ആ നോവലിനെ ബേസ് എടുത്തുകൊണ്ട് തന്നെ ഇതിനൊരു ഹിസ്റ്റോറിക്കൽ അക്കൗണ്ട് അതിൻ്റെ മേക്കേഴ്സ് തന്നെ ആട്രിബ്യൂട്ട് ചെയ്യുന്നില്ല. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെയുള്ള ഒരുപാട് ഫാക്ഷൻസ് അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ വൺസ് അദ്ദേഹം റൂളിംഗ് ടേക്ക് ഓവർ ചെയ്തപ്പോൾ പിന്നെ അത് കഴിഞ്ഞ് വളരെ എഫക്റ്റീവായ ഒരു വാരിയറായിരുന്നു ഈ സംഭാജി. ഛത്രപതി ശിവജിയുടെ അത്രയും മികച്ച ഒരു കിങ് ആയിരുന്നു എന്ന് ചോദിച്ചാൽ അല്ല. പക്ഷേ പിന്നെ ഏറ്റവും വലിയൊരു ഒരു യോദ്ധാവാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വലിയ യോദ്ധാവായിരുന്നു. കാരണം ഇതിൻ്റെ യുദ്ധത്തിൻ്റെ തന്ത്രങ്ങൾക്ക് സംഭാജിക്കും ശിവജിക്കും വലിയ വ്യത്യാസം ഉണ്ടായിരുന്നു. ഇപ്പം ഈ സിനിമയുടെ ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്ന ബുർഹൻപൂർ എന്ന് പറയുന്ന മുഗളരുടെ ഒരു സ്ഥലമാണ്. ആ സ്ഥലം അറ്റാക്ക് ചെയ്യാനായിട്ട് പോകുന്ന സംഭാജിയാണ്. അവിടെ വെച്ച് യുദ്ധം നടക്കുമ്പോൾ ഒരു കുട്ടിയെ രക്ഷപ്പെടുത്തുന്ന സീനൊക്കെ കാണിച്ചിട്ടുണ്ട് ഈ സിനിമയ്ക്കകത്ത്. സംഭാജി ഒരു കുട്ടിയെ രക്ഷപ്പെടുത്തി കാണിക്കുന്നതൊക്കെ. പക്ഷേ ആ സീനിനുപരിയായിട്ട് ബുർഹൻപൂർ എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ആൾക്കാരൊക്കെ താമസിക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ അവിടെ ഒരു അറ്റാക്ക് നടത്തുമ്പോൾ സ്വാഭാവികമായിട്ടും ആൾക്കാർ മരണപ്പെടും. ആ ഒരു ആംഗിളിലോട്ട് ക്യാമറ തിരിച്ചു വെച്ചിട്ടില്ല സിനിമ. അതതിൻ്റെ വേറൊരു ആംഗിളാണ്. അപ്പം ഇത് നമ്മൾ ഇത്തരം സിനിമകൾ കാണുമ്പോൾ ഇതിനെ ഹിസ്റ്റോറിക്കൽ അക്കൗണ്ടായിട്ട് എടുക്കാതെ നമ്മളിതൊരു സിനിമയായിട്ട് കാണുന്നതാണ് എപ്പോഴും നല്ലതെന്നുള്ളതാണ് എൻ്റെ ഒരു ഭാഗം. അത് കഴിഞ്ഞ് നമ്മൾ വായിച്ചു നോക്കുക എന്തൊക്കെയാണ് സംഭവിച്ചെന്നുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നു, അങ്ങനെ ഒരു ഹിസ്റ്റോറിക്കൽ സാധനമുണ്ട്. അപ്പോൾ എല്ലാ സംഭവങ്ങളും അവിടെ ഈ ഒരു ഹിന്ദു മുസ്ലിം ഐഡൻറ്റിറ്റി എന്നല്ല, ഔറംഗസീബോ അല്ലെങ്കിൽ ശിവജിയോ ഒന്നും അതല്ല വിഷയം. അവരുടെ ലാൻഡിലോട്ട് അതിക്രമിച്ചു വരുന്ന ഒരു രാജാവ്, ആ രാജാവിനെ ഒരു കാരണവശാലും അവരകത്തോട്ട് കയറ്റില്ല എന്നുള്ള ഒരു തീരുമാനം. അതാണ് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെയൊക്കെ ഒരു ക്രക്സ് എന്ന് പറഞ്ഞാൽ. ഈ സംഭാജി തന്നെ പിന്നെ ശിവജിയും ഔറംഗസീബും തമ്മിലുള്ള ഒരു ഉടമ്പടിയിൽ ഒപ്പിടും. ഛത്രപതി ശിവജിയും ഔറംഗസീബും തമ്മിലുള്ള ഒരു ഉടമ്പടി ഒപ്പിടും. ആ ഉടമ്പടി ഒപ്പിടുമ്പോൾ ഛത്രപതി ശിവജി ആ ഉടമ്പടി സൂക്ഷിക്കുന്നു, അല്ലെങ്കിൽ അതിന് കറക്റ്റായിട്ട് അലൈൻ ആവുന്നു എന്ന് ഉറപ്പ് വരുത്താനായിട്ട് ഈ സംഭാജിയെ മുഗൾ കൊട്ടാരത്തിൽ തടവുകാരനായി പാർപ്പിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് ഛത്രപതി ശിവജിയും ആഗ്രയിലായിരുന്നു. പിന്നീട് അവർ അവിടെ നിന്ന് രക്ഷപ്പെടുകയാണ് ചെയ്തത്. അതന്ന് വളരെ കോമൺ ആയിട്ട് നടക്കുന്ന ഒരു കാര്യമാണ്. അതായത് ഏതെങ്കിലും ഒരു രാജാവ് ഒരു കരാറ് അല്ലെങ്കിൽ ഒരു ഐക്യത്തിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അലൈൻ ആവുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്താനായിട്ട് അവരുടെ മക്കളെ ഈ എനിമിയുടെ കൊട്ടാരത്തിൽ കൊണ്ട് വളർത്തുന്നത്. ഞാനിത് പിന്നെ സുൽത്താൻ മെഹമ്മദിൻ്റെ കഥ ഞാൻ പറഞ്ഞപ്പോൾ ഈ വിഷയം ഞാൻ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അന്നത് വളരെ കോമൺ ആയിട്ട് നടക്കുന്ന ഒരു സംഭവമായിരുന്നു. ഒരു പ്രിസണാണ്, പക്ഷേ എന്നാൽ ജയിലൊന്നുമല്ല, കൊട്ടാരത്തിൽ ഒരു കുട്ടി നിൽക്കുന്നു എന്നുള്ള രീതിയിൽ നിൽക്കാം. അപ്പോൾ അങ്ങനെ നിന്നിട്ടുള്ള ആളാണ് സംഭാജി. സോ ഈ മുഗൾ ഭരണകൂടവുമായി എപ്പോഴും ഒരു ഓപ്പോസിറ്റ് നേച്ചറിൽ നിന്നിരുന്ന ആളല്ല സംഭാജി. അവർക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയ ഒരു ടെറൈൻ നാവിഗേറ്റ് ചെയ്തിരുന്ന ആൾക്കാരാണ്. അപ്പോൾ അവർ ആവശ്യത്തിനനുസരിച്ച് അലൈൻമെൻറ്റുകൾ, അസോസിയേഷൻസ് അല്ലെങ്കിൽ അലൈൻമെൻറ്റ്സ് മാറ്റുകയും തിരിക്കുകയൊക്കെ ചെയ്തിരുന്ന ഒരു രാജകുടുംബവും രാജവംശവും ഒക്കെ തന്നെയാണ്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ സൗത്തിലേക്ക് വലിയ രീതിയിലുള്ള ഇൻവേഷൻസ് സ്റ്റോപ്പ് ചെയ്യുന്നതിന് ഒരു ഡാം പോലെ ആക്ട് ചെയ്ത, അല്ലെങ്കിൽ നമ്മളെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്ത ഒരു എംപയറാണ് മറാത്ത എംപയർ. നമ്മൾ അവരെപ്പറ്റി അധികം അൺഫോർച്ചുനേറ്റ്ലി പഠിക്കാനായിട്ട് സാധിച്ചിട്ടില്ല. അപ്പോൾ ഇതാണ് ഈ സിനിമയുടെ ഒരു ഹിസ്റ്റോറിക്കൽ അക്കൗണ്ട്. അദ്ദേഹത്തിന് ഔറംഗസീബ് പിന്നെ യുദ്ധത്തിൽ നേരിടുന്നതും അത്തരം കഥകളും എല്ലാം തന്നെയും ശരിയാണ്. ഞാൻ ആ സിനിമയുടെ ബാക്കി ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല, അത് സ്പോയിലറായി പോകും. ബാക്കി ആ സിനിമയിൽ കാണിക്കുന്ന കാര്യങ്ങളൊക്കെ ശരി തന്നെയാണ്. പക്ഷേ അദ്ദേഹം പലപ്പോഴും ഈ ഛത്രപതി ശിവജിയെക്കാളും മുകളിലുള്ള ഒരു റൂളറായി തോന്നിപ്പിക്കുന്ന ഒരു ഫീലിംഗ് സിനിമയെ കൊടുക്കുന്നുണ്ട്. അത് എത്രമാത്രം ശരിയാണെന്ന് എനിക്കറിയത്തില്ല. കാരണം ഛത്രപതി ശിവജി ഈസ് എ ക്ലാസ് എപ്പാർട്ട് എന്ന് തന്നെയാണ് ലോകത്തിലുള്ള ഒട്ടുമുക്കാലായിട്ടുള്ള വെസ്റ്റേൺ ഹിസ്റ്റോറിയൻസും ഇന്ത്യൻ ഹിസ്റ്റോറിയൻസും എല്ലാം തന്നെ സമ്മതിക്കുന്നത്.
പക്ഷേ സംഭാജി ആ ലെവലിലേക്ക് വന്ന ഒരു രാജാവല്ല. അദ്ദേഹത്തിൻ്റെ പാർട്ട് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ചെയ്ത ചില കാര്യങ്ങൾ പിന്നീട് സ്വരാജ്യം എന്ന് പറയുന്ന ആ ഒരു ഐഡിയോളജിക്ക് ഭയങ്കരമായൊരു ബൂസ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. കാര്യം ഞാനിത് സ്വാതന്ത്ര്യ സമരത്തിൻ്റെ കഥ പറഞ്ഞപ്പോൾ ബൽവന്ത് റായ് പാത്കയുടെ കഥ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബൽവന്ത് റായ് പാത്കെ മഹാരാഷ്ട്രയിൽ നിന്നുള്ളതാണ്. അപ്പോൾ സ്വരാജ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഛത്രപതി ശിവജി കൊണ്ടുവന്നൊരു കോൺസെപ്റ്റാണ്. അത് ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള ഫൈറ്റിന് ബൽവന്ത് റായ് പാത്കെ ഹെൽപ്പ് ചെയ്യുന്നു. പിന്നീട് ബാലഗംഗാധര തിലക്, ഇന്ത്യയുടെ ഫ്രീഡം ഫൈറ്റർ, അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന ഒരു ഐഡിയോളജിയാണ് സ്വരാജ്. നമുക്ക് സ്വന്തമായിട്ട് കാര്യങ്ങൾ തീരുമാനമെടുത്ത് ജീവിക്കാൻ കഴിയുന്ന ഒരു രാജ്യം നമുക്ക് വേണം എന്നുള്ള ഒരു അപ്രോച്ച്. അങ്ങനെ ഒരു വലിയ തലമുറ അല്ലെങ്കിൽ ഒരു മൾട്ടി ജനറേഷണൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ റൂളേഴ്സാണ് ശിവജിയും സംഭാജിയും എല്ലാം തന്നെ. അത്തരത്തിൽ ഇതിൻ്റെ ഹിസ്റ്റോറിക്കൽ അക്കൗണ്ട് എല്ലാം തന്നെ കറക്റ്റാണ്. പക്ഷേ സിനിമ കണ്ടിട്ട് ഇത് മൊത്തം ശരി, ഇത് മാത്രമാണ് ശരി എന്നൊരിക്കലും ചിന്തിക്കാൻ പാടില്ല. അപ്പോൾ ഇതിനെക്കുറിച്ച് പിന്നെയും കുറേ പറയണമെന്നുണ്ട്. സിനിമയുടെ ക്ലൈമാക്സ് കഴിഞ്ഞ് പിന്നെ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതല്ല, ഞാൻ അതിലേക്ക് പോകുന്നില്ല. മേ ബി വേറൊരു ദിവസം വേറൊരു കഥയായിട്ട് നമുക്ക് സംഭാജിയുടെയും ശിവജിയുടെയും കഥയൊക്കെ പറയാം. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഫേസ്ബുക്കിലാണ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഈ പേജ് ഫോളോ ചെയ്യുക, ഒരു ലൈക്ക് അടിക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ